കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മലപ്പുറത്ത് വന്നിട്ടേ കുറച്ച് ബിരിയാണിയോ കോഴിക്കാലോ ഒക്കെ കടിച്ചതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് മലപ്പുറത്തുകാർക്ക് കുറച്ച് ചൊറിച്ചിലുണ്ട്. ഈ മലപ്പുറത്തുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ബി ജെ പിക്കാരായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരുമിച്ച് തന്നെയാണ് ചൊറിച്ചിൽ. അതിന്റെ കാരണമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സത്യത്തിൽ വി ഡി സതീശൻ വന്ന് ചോറ് കഴിച്ചതാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതാണോ ഇവിടുത്തെ വിഷയം? അല്ല, വി ഡി സതീശൻ ഭക്ഷണം കഴിച്ചതല്ലാതെ വേറൊന്നും ഇവിടെ പറയാനില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഇവിടെ മലം മറിച്ചതിനെ എടുത്ത് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടുത്ത മുണ്ടോ എടുത്തുകൊടുത്തോണ്ട് ഓടേണ്ട ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ വായ മൂടി മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പോ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയണം. ഇപ്പോ മഴക്കെടുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും പറയാനില്ല. കാരണം 2-3 മാസം മുമ്പ് തന്നെ ഇവിടെ മഴ വരുമെന്ന്, അതായത് ഭരണത്തിലേറിയ ഉടൻ തന്നെ ഇവിടെ മഴ വരുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതിനാവശ്യമായി എവിടെയൊക്കെ അങ്ങനെ മഴ വന്ന് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്യാമ്പ് സംഘടിപ്പിക്കണം, എവിടേക്കാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ വെള്ളം പൊങ്ങി അടുത്ത സെക്കൻഡിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ പറ്റിയത്. അല്ലാതെ ആ സമയത്ത് നമ്മൾ എവിടെയാണ് ക്യാമ്പ്, എങ്ങനെയാണ് ക്യാമ്പ് എന്ന് അന്വേഷിച്ചടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലോ. ഞാനിത് പറയുമ്പോൾ ഇനി വി ഡി സതീശന്റെ കുട്ടിയാപ്പാണോ അല്ലെങ്കിൽ അമ്മാവശൻ കാക്കാണോ അല്ലെങ്കിൽ അളിയാക്കാണോ എന്നൊക്കെ സംശയിക്കും. എന്റെ ആരുമല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനും അല്ല ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അത് വി ഡി സതീശന്റെ ഈ തീറ്റയെ എതിർക്കുന്ന എല്ലാ മണഗുണാഞ്ചന്മാർക്കും അറിയാം. എല്ലാവർക്കും അറിയാം, വിമർശിക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ വീടുകളിലേക്ക് ആരെങ്കിലും ഒരാൾ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങൾ സൽക്കരിക്കും. അതിനി ആര് വന്നാലും. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക്, അതാണല്ലോ നമ്മുടെ മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ തറവാട് എന്ന് പറയുന്നത്. ആ തറവാട്ടിലേക്ക് നമ്മുടെ ശശികല ടീച്ചർ ഒന്ന് വന്നു നോക്കട്ടെ. അവിടെ തിന്നാണ്ടാത്ത കോഴിക്കാർ അവർ തിന്നാൻ പറ്റുന്ന ഒക്കെ അവിടെ വിളമ്പിയിട്ടുണ്ടാവും, ഒക്കെ സദ്യ ഒരുക്കിയിട്ടുണ്ടാവും, എല്ലാം ഒരുക്കിയിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ പ്രത്യേകത അതാണ്, വരുന്നത് ആരാണ് എന്ന് നോക്കൂല. നമ്മുടെ വീട്ടിൽ വരുന്നത് ആരെങ്കിലും അവർ അതിഥികളാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പൊന്നാനിയില് വി ഡി സതീശൻ സന്ദർശനം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. കാര്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർക്ക് ഈ എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, ഓരോ മേഖലയിൽ എങ്ങോട്ട് പോകണം എന്ന്. ഈ എമർജൻസി പോക്കുകൾ മാത്രമാണ് സാധാരണഗതിയിൽ പിന്നീട് വരുന്നത്. അത് പ്രതിപക്ഷ നേതാവായാലും, അതായത് പിണറായി വിജയനായാലും വി ഡി സതീശനായാലും ഒക്കെ കണക്കാ. അല്ലാതെ ഒരാൾക്ക് കൊമ്പ് കുറച്ച് കൂടുതൽ മറ്റേ വാല് കുറച്ച് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാത്ത കിടന്നുമല്ല. അപ്പോൾ നേരത്തെ കൂട്ടി പൊന്നാനിയിൽ വരുന്ന ഒരു പരിപാടി ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഇതിനിടയിൽ മഴ വന്നു. ഈ മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വന്നു. മന്ത്രിമാരെ വിളിക്കേണ്ടടുത്ത് മന്ത്രിമാരെ വിളിച്ചു, അവരുടെ കോർഡിനേറ്റ് ചെയ്തു. കളക്ടർമാരെ വിളിക്കേണ്ടടുത്ത് അത് വിളിച്ചു. ഇനി വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ അവരെ വിളിച്ചു. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ട് മൂപ്പര് ചോദിച്ചു, ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, സിസ്റ്റം ഓക്കെ ആയി കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് നടന്നോളും. അല്ലാതെ വി ഡി സതീശൻ നിന്നാലേ അവിടെ നിന്ന് വെള്ളം ഇറങ്ങി പോകുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വി ഡി സതീശൻ ചെന്നാലേ വെള്ളം ഇറങ്ങും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എത്ര സ്ഥലത്ത് വെള്ളം ഇറങ്ങി പോകും? അല്ല, അറിയാൻ വയ്യാത്ത ചോദിക്കുക. അല്ല, എല്ലായിടത്തേക്കും എല്ലാവർക്കും എത്താൻ പറ്റുമോ? അതിനല്ലേ ഈ വികേന്ദ്രീകൃത ഭരണം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് മൂപ്പരെന്ത് ചെയ്ത് നേരെ പൊന്നാനിക്ക് പോയി. പൊന്നാനിക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ എന്ന് നേരത്തെ തന്നെ പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടാവും. സുഹൃത്ത് അവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഇതേ ഇപ്പൊ പ്രളയം വന്നു, അതുകൊണ്ട് ഇനി കഞ്ഞിയും ചമ്മന്തിയും കൊടുത്തളയെന്ന് വിചാരിക്കും? ഒരിക്കലും വിചാരിക്കില്ല. അത് ആരായാലും വിചാരിക്കില്ല. അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ എല്ലാം കരിച്ചതും പൊരിച്ചതും എല്ലാം ചിക്കനും ചെമ്മീനും കരിമീനും എല്ലാം ഉണ്ടാവും. അവിടെ മുഴുവൻ ഉണ്ടാവും. സതീശൻ മാത്രമല്ലല്ലോ ചെല്ലുന്നത്, കൂടെ വേറെ 3-4 പേരുണ്ടാവും. പിന്നെ അവരുടെ അയൽവക്കക്കാരും ബന്ധുക്കളും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവരതൊരു ആഘോഷമാക്കും. സ്വാഭാവികമാണ്. മരിച്ച 3-ാം ദിവസം വെച്ചു വിളമ്പുന്ന ബിരിയാണി അടക്കം വെട്ടി വിളമ്പുന്ന നാടല്ലേ ഇത്? ശ്രാദ്ധമായിട്ടാലും മറ്റെന്തായാലും എന്ത് കുന്തമായിട്ടാലും ഇല്ലേ? അപ്പൊ അതൊന്നും അല്ല എന്റെ കാര്യം എന്ന് പറയുന്നത്. വി ഡി സതീശനെ അടിക്കാൻ ഒരു വടി അത് നോക്കി നടന്നപ്പോ അയാളെ വിളിച്ചുകൊണ്ട് സൽക്കരിച്ചത് വിഷയം. ഞങ്ങൾ മലപ്പുറത്തുകാരെന്ന് പറഞ്ഞാൽ ആര് നമ്മുടെ വീട്ടിലേക്ക് അന്ന് നേരത്തെ കൂടി വരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസം വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ വീട്ടിൽ വരുന്നതാണ്, മോശമാക്കരുത് കേട്ടോ എന്ന് വെച്ചിട്ട് എന്തൊക്കെ ഒരുക്കാൻ പറ്റും അതെല്ലാം ഒരുക്കും. ഇനി കടം വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഒരുക്കും. അത് സ്വാഭാവികം. അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട്, ഇപ്പുറത്ത് പ്രളയത്തിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇതെടുത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ 2ാം കട പരിപാടിയാണെന്ന്. അത് ഉടുത്തിരുന്ന് ഉരിഞ്ഞു കാണിച്ചിട്ട് ഇതേ അയ്യേ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. അവനവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോ ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ ഒരു പ്രതികരണം കണ്ടപ്പോ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റെല്ലാം കണ്ടപ്പോ എനിക്കെന്നാണ് തോന്നിയത്. ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും മലപ്പുറം ജില്ലയ്ക്ക് കടന്നു വന്നിട്ട്, മലപ്പുറം എന്നല്ല മലബാറിൽ മിക്കവാറും എല്ലായിടത്തും ഏത് ജാതിക്കാർ വീട്ടിൽ ചെന്ന് കയറിയാലും, ഇവിടെ മുസ്ലിങ്ങളൊന്നുമില്ല, ഏത് വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാലും അവർ സൽക്കരിക്കും. സർക്കാർ പ്രിയരാണ്. നോക്കൂ, നിങ്ങൾ വയനാട്ടിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വയനാട് ദുരിതം ഉണ്ടായല്ലോ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായല്ലോ, മുണ്ടക്കൈ ചൂരൽമല. ആ സമയത്ത് അവിടെ ദുരന്തം ഉണ്ടായപ്പോ അവിടെ ഫുഡ് ഏർപ്പാടാക്കിയത് ആരാ?
KMCCന്റെ, അതായത് വൈറ്റ് ഗാർഡാണ് ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡാണ് ഉണ്ടാക്കിയത്. എന്തേ അവരുണ്ടാക്കിയത്? മനസ്സിലാക്കണത് അവരുണ്ടാക്കിയതിന് ഒരു കാരണമുണ്ട്. ഭക്ഷണം അവർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഭക്ഷണം അവരുണ്ടാക്കി കഴിഞ്ഞാൽ ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ടാവും, അതിനുള്ള സോഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, കാര്യങ്ങൾ അതുപോലെ നടക്കും. അപ്പുറത്ത് സേവാഭാരതിയും SDPIയും അതുപോലെ DYFI ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് ഓരോ സെക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫുഡും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മലബാറിലെ മുസ്ലിം മേഖലയിലുള്ളവരാണ്, ഹിന്ദുസ് കുറവാണ്. അതുകൊണ്ട് അവർക്ക് ആ റിസോഴ്സ് കൂടുതലുണ്ട്. ഈ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ പട്ടിണി കിടന്നിട്ട് ഈ പറഞ്ഞതുപോലെ പച്ചവളവും കടിച്ച് കുടിച്ചോണ്ട് കഞ്ഞിയും കുടിച്ചോണ്ട് ഈ പരിപാടി എടുക്കാൻ പറ്റൂല. അവർക്ക് നല്ല എനർജി വേണം, പള്ളാർച്ചം കൊണ്ട് തിന്നേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള സൗകര്യം അവിടെ വൈറ്റ് ഗാർഡ് ഒരുക്കിയപ്പോ അവിടെ ഒരു സേവാഭാരതിയും പറഞ്ഞില്ല ഞങ്ങൾ മുസ്ലിം ലീഗ് ഒരുക്കുന്ന ആ ഫുഡ് ഞങ്ങൾ കഴിക്കൂല എന്ന് പറഞ്ഞില്ല. അവിടെ ഒരു DYFI കാരനും പറഞ്ഞില്ല ഞങ്ങൾക്ക് ആ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ ആരും പറഞ്ഞില്ല. ഇവിടെ RSS കാരനും സംഘപരിവാറുകാരനും BJP കാരനും സുഡാപ്പി കാരനും എല്ലാവരും അതൊക്കെ തൽക്കാലം അങ്ങോട്ട് മറന്നു. പിന്നെ അവരവരുടെ യൂണിഫോം ഇട്ടു. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കേണ്ടത്, ഒരു അടയാളം കാണിക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് അവരെല്ലാവരും വൈറ്റ് ഗാർഡും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നു. ഒരു കൂട്ടർ ഫുഡ് ഒരുക്കി, മറ്റൊരു കൂട്ടർ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി, അതുപോലെ മറ്റു കാര്യങ്ങൾ ഓരോന്നും നടത്തി. നിങ്ങൾ നോക്കൂ, അവിടെ മരണപ്പെട്ടവരുടെ മറവാടി ഇരിക്കുന്ന സ്ഥലം പോയി നോക്ക്, അവിടെ എല്ലാം ജാതി വല്ലതും തിരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ മലപ്പുറത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മലബാറിന്റെ പ്രത്യേകതയാണ്. അതിങ്ങോട്ട് ഈ നെറ്റി ചുളിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇനി അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പ്രതിപക്ഷ നേതാവ്, നിങ്ങളുടെ നേതാവുണ്ടല്ലോ സഖാവ് പിണറായി വിജയൻ, മൂപ്പരെ ഇവിടെ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടും. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് പോരും, എന്റെ വീട്ടിലേക്ക് പോരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മൾ ഒരുക്കും. നമുക്ക് കഴിയാവുന്നത്, കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ കടം വാങ്ങി ഒരുക്കും. മനസ്സിലായി? ഇനി നമ്മുടെ വീട്ടിൽ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഒരുക്കും. എന്നിട്ട് അവരെ അങ്ങോട്ട് സൽക്കരിക്കും. ഞങ്ങൾ സൽക്കാര പ്രിയരാണ്. വരുന്നവരെ നമ്മൾ വെറും കൈയോടെ ചമ്മന്തിയും ഉണക്കമീനും കൊടുത്ത് വിടാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അത് പിണറായി ആയി കഴിഞ്ഞാൽ VD സതീശനായി കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സന്തോഷത്തിൽ അവരൊന്ന് സൽക്കരിച്ച് വിട്ടു. അത് തിന്നാതെ ഇവിടെ പ്രളയം നടക്കുന്നതുകൊണ്ട് VD സതീശൻ ഒന്ന് തിന്നാനും പാടില്ല, ഉടുക്കാനും പാടില്ല, ഉണക്കമീൻ കഴിക്കാനും പാടില്ല, എന്താ പറയാ പച്ചവളം കടിച്ച് ചമ്മന്തി പോലും കഴിക്കാൻ പാടില്ല, പട്ടിണി അടക്കം എന്ന് പറയുന്നത് ഈ അവിടുത്തെ ന്യായമാണ്. നാണല്ലേ? ഉളുപ്പില്ല ചങ്ങായിമാരെ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും താങ്ങി എടുത്തോണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. Different angles. Don't forget to subscribe and support this channel.